15 തോറ്റു. 15-ാം അധ്യായത്തിൽ അത് മാറയാക്കിയിട്ടത് സ്തോത്രം ദൈവം ഒന്ന് പരീക്ഷിക്കാൻ ചെയ്തതാണ്. പക്ഷെ അവിടെ പിറുപിറുത്ത് തോറ്റു. ഒരു പരീക്ഷയിൽ 8-ാം ക്ലാസ്സിൽ തോറ്റാ പിന്നെ 9-ാം ക്ലാസ്സിൽ കയറണമെങ്കിൽ ഒന്നോടെ എഴുതണ്ടേ? എഴുതാതെ എങ്ങനെ കയറാൻ പറ്റുന്നേ? എഴുതിക്കുക. പിന്നെ ദൈവമേ, നമ്മൾ എത്ര എണ്ണം എഴുതുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. നമ്മൾ വിചാരിക്കുന്ന എഴുതാതെ കയറ്റി വിടുന്നു. ഇല്ല, ഇനിയും വരും പ്രശ്നം. എന്ത് ചെയ്യണം? സ്തോത്രം, പഠിച്ചു പാസ്സാകണം. പഠിച്ചു പാസ്സായില്ലെങ്കിൽ ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ വീണ്ടും പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ പ്രൊമോഷൻ കിട്ടുള്ളൂ എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി എത്ര അധികമാണ്. സ്തോത്രം. ഇസ്രായേൽ മക്കൾ 15-ൽ തോറ്റു. സ്തോത്രം. 17-ൽ വീണ്ടും പരീക്ഷ കൊടുത്തു പാസ്സാവുമെന്ന് നോക്കാനായിട്ട്. സ്തോത്രം. അവിടെയും എന്ത് ചെയ്തു? പിറുപിറുത്തു. സ്തോത്രം. അവിടെയും പിറുപിറുത്തു. ദൈവമക്കളെ, ഹല്ലേലൂയ, പിറുപിറുക്കല്ലേ. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകൾ തോൽക്കാനല്ല, ജയിക്കാനാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സ്തോത്രം, ഇസ്രായേൽ മക്കൾ ആ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിൽ എത്തി. അപ്പോ പാളയമിറങ്ങി. ഈ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുന്നത് ആര് പറഞ്ഞിട്ടാ? ദൈവം പറഞ്ഞിട്ടല്ലേ? ദൈവത്തിന്റെ കൽപ്പന പ്രകാരമല്ലേ? ദൈവം പറഞ്ഞിട്ടാണ് നീ പോകുന്നതെങ്കിൽ നിനക്ക് വേണ്ട സകല കരുതലുകളും അവൻ ഒരുക്കി വെച്ചിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ. സ്തോത്രം.